മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പരിശോധിക്കുമ്പോൾ മൂന്നാം സീറ്റ് വിഷയം തന്നെയാണ്. ലീഗ് കൂടുതൽ നിലപാട് കടുപ്പിച്ചു തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ്. ഈ സീറ്റ് ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ലെന്നും നേരത്തെ പറഞ്ഞത് തന്നെയാണ് നിലപാടെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ കാര്യങ്ങളൊക്കെയും വിലയിരുത്താൻ 27-ന് നേതൃസമിതി വീണ്ടും യോഗം ചേരാൻ തീരുമാനമുണ്ട്. പി.വി. കുട്ടൻ തന്നെയാണ് ഈ വാർത്തയുടെയും വിശദാംശങ്ങളുമായി ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നത്. കുട്ടൻ, ഇപ്പോൾ നിലവിലുള്ള UDF ഫോർമുല അത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ലീഗ് അംഗീകരിക്കുമെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നതാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസവും മനസ്സിലായത്. എന്താണ് സംഭവിക്കുന്നത്? കാവ്യ, മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിന് മേൽ വലിയ സമ്മർദ്ദമുണ്ട്. പ്രവർത്തകർ അതോടൊപ്പം തന്നെ സജീവമായ അണികളൊക്കെ ആവശ്യപ്പെടുന്നത് മൂന്നാമതൊരു സീറ്റ് കൂടി വേണം എന്നുള്ളതാണ്. ലീഗിൻ്റെ ഒരു ശക്തിക്കനുസരിച്ച് UDF-ൽ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നുള്ള പരാതി വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലായാലും ഒക്കെ ലീഗിനെ കോൺഗ്രസ് തഴയുന്നു എന്നുള്ളൊരു പരാതി നേരത്തെ തന്നെ ശക്തമാണ്. ഇത് പല ഘട്ടങ്ങളിലായി കേരള രാഷ്ട്രീയം കണ്ടതാണ്. കാരണം ലീഗിൻ്റെ വിലപേശലൊക്കെ പല ഘട്ടങ്ങളിലും ഉണ്ടാകാറുണ്ട്. പക്ഷെ അതൊന്നും പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ലീഗ് നേതാക്കൾക്ക് സാധിക്കാറില്ല. വലിയ ചർച്ചകളൊക്കെ നടക്കും, വലിയ പ്രസ്താവനകളൊക്കെ നടക്കും. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് എന്താണോ പറയുന്നത് അതനുസരിച്ച് കീഴടങ്ങുന്നൊരു സാഹചര്യം, ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിലേക്കൊക്കെ ലീഗ് നേതൃത്വം വഴങ്ങുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ അത് പറ്റില്ല. മൂന്നാം സീറ്റ് എന്നുള്ള ആവശ്യം വളരെ ശക്തമായി തന്നെ ഉന്നയിക്കണം എന്നുള്ളതാണ് ലീഗ് അണികളുടെയൊക്കെ ഒരു നിർബന്ധം. നേരത്തെ ഈ ആവശ്യം ലീഗ് നേതാക്കൾ ഉന്നയിച്ചിരുന്നു. പിന്നീട് അതങ്ങോട്ട് തണുത്തു പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം തണുത്തു പോകുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. കാരണം ലീഗിൻ്റെ നേതാക്കൾ പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് തന്നെ അറിയാം കോൺഗ്രസ് ഇത്തരത്തിൽ ഇപ്പോഴുള്ള UDF-ൻ്റെ ഇക്വേഷൻ തെറ്റിച്ചുകൊണ്ട് സ്വാഭാവികമായും മൂന്നാമതൊരു സീറ്റ് നൽകില്ല എന്നുള്ളൊരു വിശ്വാസം ലീഗ് നേതാക്കൾക്ക് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും മുന്നോട്ട് പോകാതിരുന്നത്. എന്നാൽ ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് സംഘടനകളൊക്കെ ഈ ചർച്ച വീണ്ടും സജീവമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം UDF-നകത്ത് പല ഘട്ടങ്ങളിലും കോൺഗ്രസിനേക്കാൾ സംഘടനാപരമായി ശക്തി ഉള്ളത് മുസ്ലിം ലീഗിനാണ് എന്ന രീതിയിലുള്ള ചർച്ചകളുണ്ട്, വിലയിരുത്തലുകളുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗിന് ആവശ്യമായ സീറ്റുകൾ വാങ്ങിയെടുക്കണം, കൂടുതൽ സീറ്റുകൾ വാങ്ങിയെടുക്കണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പി.കെ. കുഞ്ഞാലിക്കുട്ടി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ചർച്ച അവസാനിപ്പിച്ചിട്ടില്ല, മൂന്നാം സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ നിന്നും ലീഗ് പിന്മാറിയിട്ടില്ല എന്ന തരത്തിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം കോൺഗ്രസ് അത്തരത്തിൽ ലീഗിൻ്റെ ഈ ഒരു നിലപാടിനോട് യോജിക്കാൻ സാധ്യതയില്ല. കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ ഉൾപ്പെടെ ലീഗ് നേതൃത്വത്തെ അനുകൂലിച്ച് രംഗത്ത് വന്നിരുന്നെങ്കിലും അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു വാചക കസർത്തായി മാത്രമേ കേരള രാഷ്ട്രീയം നോക്കിക്കാണുന്നുള്ളൂ. കാരണം സ്വാഭാവികമായി ഇപ്പോഴുള്ള ഒരു ഇക്വേഷൻ വെച്ച് UDF-ന് കോൺഗ്രസ്സിന് 3 സീറ്റ് എന്നുള്ളത് ലീഗിന് നൽകുക എന്നുള്ളത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഇതിലൂടെ ഈ ഒരു ആവശ്യത്തിലൂടെ ഈ ഒരു സമ്മർദ്ദത്തിലൂടെ ലീഗ് നേതൃത്വം മുന്നിൽ കാണുന്നത് ഇനി ഒഴിവ് വരാൻ പോകുന്ന UDF-ന് ലഭിക്കാൻ പോകുന്ന ഒരു രാജ്യസഭാ സീറ്റുണ്ട്, ആ സീറ്റെങ്കിലും തങ്ങൾക്ക് കിട്ടണം എന്നുള്ളൊരു ആവശ്യം നേരത്തെ തന്നെയുള്ള, അതായത് ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ മൂന്നാം സീറ്റ് എന്നുള്ള ആവശ്യം സജീവമായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഏതായാലും ചർച്ചകൾ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് ലീഗ് നേതാക്കൾ അറിയിക്കുന്നത്. അതിനിടയിൽ ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന ചില സംഘടനകളൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത് പറ്റുമെങ്കിൽ കോൺഗ്രസിനോട് സൗഹാർദ്ദ മത്സരത്തിന് തയ്യാറുണ്ടോ എന്നുൾപ്പെടെ ലീഗ് നേതൃത്വത്തോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു സാഹചര്യം കേരളത്തിലെ UDF രാഷ്ട്രീയത്തിൽ ഇപ്പോഴില്ല. ഏതായാലും 27-ന് വീണ്ടും നേതൃയോഗം ചേരുമെന്നാണ് ഇപ്പോൾ ലീഗ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ആ യോഗത്തിനകത്ത് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെയാണ് ചർച്ചയാവുക. അതോടൊപ്പം തന്നെ മൂന്നാം സീറ്റ് എന്നുള്ള ആവശ്യം വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. അത്തരമൊരു തീരുമാനവുമായി ലീഗ് മുന്നോട്ട് പോയാൽ കോൺഗ്രസ് സ്വാഭാവികമായും പ്രതിസന്ധിയിലാകും. കാരണം എവിടെ നിന്നാണ് സീറ്റ് കൊടുക്കുക എന്നുള്ളൊരു വിഷയമുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ UDF-ൻ്റെ ഐക്യം പൂർണ്ണമായും തകർന്ന രീതിയിലേക്ക് രാഷ്ട്രീയ സാഹചര്യം മാറും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാകും. കാവ്യ. ശരി കുട്ടൻ. പി.വി. കുട്ടനാണ് കോഴിക്കോട് നിന്നും ഈ 2 പ്രധാനപ്പെട്ട വാർത്തകളുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ നൽകിയത്.